വാർത്തയിലേക്ക്. ഇടുക്കിയിൽ ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇടുക്കി ഡിവൈഎസ്പിയുടെ കീഴിൽ 10 അംഗ സംഘം ഇന്നു മുതൽ അന്വേഷണം തുടങ്ങും. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, ഒരിക്കലും പുറത്തു പറയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത ദുരവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരുന്നു. എന്തായിരുന്നു ഈ സംഭവം? പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സിജു, കഴിഞ്ഞ ദിവസമാണ് അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനിയായ ഉഷയെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകിയതിന് ശേഷം ഈ പണം കവർന്നത്. ഈ കീമോ ചികിത്സ, ക്യാൻസർ രോഗബാധിതയായതുകൊണ്ട് തന്നെ കീമോ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്ന ഒരു സ്ത്രീയോടാണ് ഇത്തരത്തിലൊരു ക്രൂരത നടന്നിരിക്കുന്നത്. ഈ അടിമാലിയിലെ സുമനസുകൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി നൽകിയ പണം ഉണ്ട് എന്നറിഞ്ഞ് എത്തിയ ഒരാളാണ് ഈ പണം ചോദിച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഈ 6 ലക്ഷം രൂപയോളം നാട്ടുകാർ പിടിച്ചെടുത്ത് നൽകിയ പണമുണ്ടല്ലോ, അതെവിടെയാണ് എന്ന് ചോദിച്ചാണ് ഈ അക്രമം നടത്തിയത്. അതിനുശേഷം പേഴ്സിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ കേസുമായി ബന്ധപ്പെട്ട അടിമാലി CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും CCTV ദൃശ്യങ്ങൾ ആ പരിസരത്തില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. എന്നാൽ വിരലടയാള വിദഗ്ധർ അടക്കമുള്ള ആളുകൾ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി അത്തരത്തിൽ വിരലടയാളത്തിൻ്റെ രേഖകളെല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് മുമ്പോട്ട് പോകുന്ന പ്രതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു മതിലുണ്ട്, ആ മതിൽ ചാടിക്കടന്നിട്ടാവാം ഈ പ്രതി വീട്ടിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലേക്കും പോലീസിന് നിഗമനമുണ്ട്. അതുപോലെ തന്നെ ഈ രോഗവിവരങ്ങൾ ചോദിച്ച ഒരാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ എത്തിയിരുന്നു എന്ന് സമീപവാസികളും പറയുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കും. ഒപ്പം ശാസ്ത്രീയമായ പരിശോധനയ്ക്കും കൂടിയാണ് ഇടുക്കി SP വിഷ്ണു പ്രദീപ് TK ഇടുക്കി DYSPയുടെ നേതൃത്വത്തിൽ ഒരു 10 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ഏതായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൊടും ക്രൂരതയുടെ അതിൻ്റെ കുറ്റാന്വേഷണം കൃത്യമായി നടത്തും എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത്. സിജു.